സൂക്ഷിച്ചു പോണേ. ഇത് എവിടെ വെച്ച്? അച്ചു, എന്തുവാ? എന്റെ ഫോൺ കണ്ടോടി, മൊബൈല്. ഇത് എവിടെ കൊണ്ട് വെക്കുന്നേ? 24 മണിക്കൂർ ഫോണും തപ്പി നടപ്പാ. ഇവിടാണല്ലോ വെക്കുന്നത്. അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇപ്പൊ കടയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നോ? എൻ്റെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ ഇവിടെ വരെ വന്ന് കയറി ഇവിടാന്നോ വെച്ചായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എവിടാന്ന് വെച്ച് തപ്പാനാ? അവിടെ എവിടെയെങ്കിലും കാണും, നോക്ക്. എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് തപ്പിക്കൊണ്ട് നടക്കും. ഇതിപ്പോഴേ കഴിഞ്ഞ 2 മാസം കൊണ്ട് 3ാമത്തെ ഫോണാണേ കാണാനില്ലെന്ന് പറയുന്നത്. ഫോൺ വാങ്ങിക്കാൻ പൈസയുണ്ട്. കാണാതാകുമ്പോൾ ഫോൺ വാങ്ങിച്ചാൽ മതി. നമ്മളെന്തെങ്കിലും ചോദിച്ചാലോ പൈസയില്ലാത്ത. 3ാമത്തെ ഫോണാ. ഹലോ. ഹലോ. ആയുഷിന്റെ പേരന്റ് അല്ലേ? അതെ. ഇത് സ്കൂളിൽ നിന്ന് എച്ചമ്മ വിളിക്കുന്നത്. എന്തായിരുന്നു സാറേ? സ്കൂളിൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് സ്കൂൾ വരെ. എത്താം. കയറി വരൂ. ഞാനെന്താ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് മനസ്സിലായി? ഇല്ല. ഈ ഫോൺ നിങ്ങൾക്ക് പരിചയമുള്ള ഫോണുകളാണോ? നോക്ക്. ഇതെന്റെ ഫോണാ. ഇതെങ്ങനെ ഇവിടെ വന്നു സാറേ? ഇത് 3 ഫോണും ആയുഷിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഫോണുകളാണ്. നീയാണോ ഇതെല്ലാം എടുത്ത് അന്നേരം? അടിക്കാൻ പറ്റേ ഇപ്പോഴല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയുഷ് മോൻ്റെ കയ്യിൽ ഈ ഫോൺ എങ്ങനെ വന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് അവനോട് തന്നെ ചോദിക്കാം. മോനെ, ഈ ഫോൺ എങ്ങനെയാ വന്നതെന്ന് അച്ഛനും അമ്മയ്ക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും. അച്ഛനും അമ്മച്ചയും ഞാൻ എന്തോ മിണ്ടാൻ വന്നാലും എപ്പോഴും ഒരു ഫോണില്ല. അച്ഛൻ്റെ കൂടെ എനിക്ക് വണ്ടി കയറി സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോണില്ല. എനിക്കിപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അവരോട്. ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചെങ്കിലും അവർ മിണ്ടുമെന്ന് വിചാരിച്ച ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരാണ് ഇവിടെ തെറ്റിയത്? നിങ്ങളാ. നിങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അവൻ്റെതായ കൊച്ചു സന്തോഷങ്ങളും അവൻ്റെ കളിയും ചിരിയും നിങ്ങൾക്ക് കാണാനുള്ള സമയമില്ല. നിങ്ങൾ ഈ ഫോണിൽ വെച്ചുകൊണ്ട് കൊച്ചിൻ്റെ പ്രതിഷേധമാണ് കാണിച്ചത്. ഇത് അവൻ്റെ ആ ചെറിയൊരു പ്രതിഷേധമാണ്. ഇനി അത് കാലങ്ങളാകുമ്പോഴത്തേക്ക് അതൊരു വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് മാറും. യഥാർത്ഥത്തിൽ തെറ്റിയത് നിങ്ങളാണ്. മകൻ്റെ മുമ്പ് വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നിങ്ങൾ കിട്ടുന്ന സമയങ്ങളും നമ്മുടെ മക്കളുടെ കൂടെ അവരുടെ ഈ ഒരു ബാല്യത്തിലാണ് അവരുടെ കൂടെ കൂടുതൽ നേരം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സോറി സാർ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. ശരിയാ, ഞങ്ങളിപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അത് ഞങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സാറേ. ഇനി ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല. സോറി മോൻ ഇനി ഇത്തരത്തിലുള്ള ചെറിയ തെറ്റുകളൊന്നും കാണിക്കരുത് കേട്ടോ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ല മിടുക്കൻ കുട്ടിയായിട്ട് വളരണം കേട്ടോ. ഓക്കെ.